ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ വെൽക്കം ടു എ സൺഡേ വ്ളോഗ്. അപ്പോൾ നമ്മൾ മിക്ക സൺഡേസിലും നാട്ടിൽ പോകാറാണ് കേട്ടോ. അപ്പോൾ അത് നാട്ടിൽ പോകാത്ത ഒരു സൺഡേ ആണ്. അപ്പോൾ നമ്മുടെ മെയിൻ ആയുധം സിക്കേച്ചർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് പ്ലാന്റൊക്കെ കണ്ടാൽ എടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ നേരെ തുമ്പ ബീച്ചിലോട്ട് വിട്ടു കേട്ടോ. നമ്മുടെ അടുത്തുള്ള ബീച്ച് തുമ്പ ബീച്ചാണ്. അപ്പം അവിടെ പോയി നോക്കിയപ്പം ഉണ്ടോ ഈ ഒരു ടൈപ്പ് ഫിഷ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കരയിൽ ഇങ്ങനെ അടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി കുറേ കാക്കയൊക്കെ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അതിൻ്റെ കണ്ണ് മാത്രം ഇങ്ങനെ കുത്തിയെടുക്കുന്നതാണ് കേട്ടോ ഫിഷിനെ. ബാക്കി മീനെ വേണ്ടെന്ന് തോന്നുന്നു, വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുവാണേ. കണ്ടോ, പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ചെറിയ തിരക്കൊക്കെ ഉണ്ട്, രാവിലെ ആയതുകൊണ്ട്. ഇങ്ങനെ ബീച്ചിൽ നിന്നപ്പോൾ കാണാം, ഇവിടെ കണ്ടോ ഒരു പഫർ ഫിഷാണ് കേട്ടോ ഇത്. ഇങ്ങനെ വീർത്ത് വരുന്ന ഫിഷ്, അത് ഒരെണ്ണം ഇങ്ങനെ കിടക്കുന്നതാണ്. ഇത് ഇടയ്ക്കൊക്കെ ഇവിടെ കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. പിന്നെ ബീച്ചിൽ ഇങ്ങനെ കുറേ നേരം കാലൊക്കെ നനച്ച് ഇങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോൾ അവിടെ ദൂരെ ഒരു ബോട്ട് എന്ന് പറയാം, വള്ളമാണോ ബോട്ടാണോ, ഇതിങ്ങനെ തകർന്ന് കിടക്കുന്നതാണ് കേട്ടോ. ഇത് കുറേ നാളായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ പണ്ടൊന്നും നമ്മൾ അടുത്ത് പോയി നോക്കിയിട്ടില്ല. അപ്പോൾ അടുത്ത് പോയി നോക്കിയപ്പോൾ പിന്നെ വേറൊരു റീലിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇവിടെ ആൾക്കാർ ഒന്ന് ഫോട്ടോസ് എടുക്കുന്നതൊക്കെ. അങ്ങനെ ഞങ്ങളിവിടെ അടുത്ത് നിന്ന് നോക്കി. അങ്ങനെ ഇതിൻ്റെ അടുത്തൊക്കെ കയറി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ വന്ന് അടിക്കുന്ന അനുസരിച്ച് ഇതിനുള്ളിൽ മണ്ണ് കയറി അതിങ്ങനെ ഫിക്സായി പോയെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ബോട്ട് അങ്ങനെ ആഴ്ന്ന് ഇറങ്ങിപ്പോയി. അപ്പം ബോട്ടിൻ്റെ അകത്ത് കണ്ടോ ഇതുപോലെ ഗ്രീൻ നല്ല സിൽക്കി ത്രെഡ് പോലത്തെ ആൽഗയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ മെയിൻ പ്ലാൻ ഹണ്ടിങ് ആണല്ലോ മെയിൻ. അപ്പോൾ അവിടെ അടുത്തതാ ഒരു കാക്ടസ് കണ്ടു. അപ്പോൾ ആ കാക്ടസിൻ്റെ ഒരു പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൊണ്ട് നട്ട് വയ്ക്കാൻ. പിന്നെ വേറൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത്, അതൊന്നും എടുത്തില്ല, നമുക്ക് ഇതിനൊക്കെ കുറച്ച് ഏരിയ വേണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ ആ കിൻഫ്രയുടെ സൈഡിലായിട്ടൊരു വലിയ ബൊഗൈൻവില്ല നിൽപ്പുണ്ട്. ഞാൻ എപ്പോഴും നോട്ടം ഇട്ട് വെച്ചിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇടയ്ക്ക് ഇത് നിറയെ ഫ്ലവർ ചെയ്യും, നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് ഞാൻ പോയി കുറച്ച് കട്ട് ചെയ്തെടുത്ത്, എന്താണെങ്കിലും സിക്കേച്ചർ എടുത്താലേ ഉപകാരപ്പെടണ്ടേ. അങ്ങനെ ആ കട്ടിങ്സൊക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ കറക്കമൊക്കെ കഴിഞ്ഞ് എന്നാൽ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ പോകുന്ന വഴിക്ക് വേറൊരു ബൊഗൈൻവില്ല, കുറച്ചുകൂടി ഒരു റെഡ് ഷെയ്ഡ് തോന്നിക്കുന്ന, റെഡല്ല എന്നാലും അതിനോട് സാമ്യമുള്ള ഒരു കളറ് ബൊഗൈൻവില്ലയുടെ കട്ടിങ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ളതായി, ഇതൊക്കെ ഇനി കൊണ്ട് നട്ട് വയ്ക്കണം. നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്.